ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. പഞ്ചസാരയും അതേപോലെ പാലും മൈദയൊക്കെ മതി. അപ്പോൾ ഈ ഒരു പുഡിങ് എങ്ങനെയാണ് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതേപോലെ ഞാൻ ഇതിൻ്റെ മുന്നായിട്ട് കുറേ പുഡിങ് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണോട്ടെ. എല്ലാം തന്നെ സക്സസ് ആയിട്ടുള്ള നല്ല റെസിപ്പീസാണ്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 25 ഗ്രാമോളം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ബട്ടർ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്പൂണിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ബട്ടറിൽ കിടന്ന് നമ്മൾ മൈദയുടെ പച്ച ചുവക്കെ ഒന്ന് മാറിക്കിട്ടണം. നിങ്ങൾക്ക് ബട്ടർ ഇല്ലെങ്കിൽ പകരമായിട്ട് നെയ്യാണെങ്കിലും ചേർത്ത് കൊടുക്കുക. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെയ്യാണെങ്കിൽ ആ നെയ്യിൻ്റെ ഒരു ടേസ്റ്റും കൂടെ നമ്മളെ പുഡിങ്ങിൽ ഇപ്പോൾ സെറ്റായി കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബട്ടർ തന്നെ ഉണ്ടെങ്കിൽ എടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ മൈദയുടെ പച്ചച്ചുവക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവൻ പാൽ ഒഴിക്കാതെ കുറച്ച് പാലൊഴിച്ച് ഈ ഒരു മൈദ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മൈദ കൊണ്ട് തന്നെ നമുക്ക് ഈ കട്ട കെട്ടാതെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് വേണം നമ്മളിങ്ങനെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് തിക്കായി വരുമ്പോൾ വീണ്ടും കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ 1/2 ലിറ്റർ പാലിന് 3 ടേബിൾ സ്പൂൺ മൈദ ആ ഒരു കണക്കിലാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരത്തിന് കറക്റ്റ് മധുരമാണിത്. അപ്പോൾ നിങ്ങളെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യുക. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുഴുവൻ പാലും ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിക്കാക്കി എടുക്കണം. ഈ ഒരു പുഡിങ്ങിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ എസൻസ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഏലക്കായ് ചതച്ചത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതാ നമ്മളെ പുഡിങ്ങിൻ്റെ മിക്സ് ഇവിടെ നന്നായിട്ട് തന്നെ ക്രീം പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ ഈ ഒരു തിക്കിൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടാൽ തന്നെ മൈദ ആയതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ക്രീം പരുവത്തിലായി വരും. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് പുഡിങ് തയ്യാറാക്കാൻ വിചാരിക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക. ഞാനിവിടെ ഈ ഒരു ട്രേയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ട്രേയിലോട്ടാണ് ഇപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കുക. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് പഞ്ചസാരയും വെച്ചിട്ടുള്ളൊരു സോസ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് എടുക്കണം. ഇനി ഈ ഒരു കോൺഫ്ലോർ ഒന്ന് 1/2 കപ്പ് വെള്ളത്തിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു മിക്സ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മൾ പഞ്ചസാര ഇതിവിടെ മെൽറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ചായി വരണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല. അപ്പോൾ കരിഞ്ഞു പോകും. അതേപോലെ കയ്പ്പ് രസം വരികയും ചെയ്യും. അപ്പോൾ ഇതാ ഈ ഒരു കളറായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുത്ത പാടെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ കോൺഫ്ലോറിൻ്റെ മിക്സും കൂടെ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ ഇതൊരു തിക്കായി വരും. അപ്പോൾ ഇതാ തിക്കായിട്ടൊരു ക്രീം പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പുഡിങ്ങിൻ്റെ മുകളിലോട്ടായിട്ട് ഈ ഒരു സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ പുഡിങ്ങിൻ്റെ മുകളിലോട്ടായിട്ട് ഇത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേറൊരു ലെയറായിട്ടാണ് ഈ ഒരു മിക്സ് ഉണ്ടാവുക. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും.
അപ്പോൾ ഇതൊരു മാക്സിമം 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിവിടെ രാത്രിയാണ് ഉണ്ടാക്കിയത്, അപ്പോൾ രാവിലെയാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നല്ല കറക്റ്റ് തന്നെ നല്ല സ്ട്രക്ചർ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രാത്രിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്ററാണ്. അപ്പോൾ രാവിലത്തേക്കും നല്ലോണം സെറ്റായി വരും. അപ്പോൾ ഇത് നമുക്ക് പാർട്ടികൾക്കൊക്കെ നല്ലോണം വിളമ്പാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്. അപ്പം അതേപോലെ നിങ്ങൾ ഇപ്പോൾ പെട്ടെന്നൊക്കെ പുഡിങ്ങൊക്കെ കഴിക്കണം തോന്നുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല സൂപ്പറായിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണ്. ഇപ്പോൾ ചൈന ഗ്രാസും ജലാറ്റിനൊന്നും ഇല്ലെങ്കിലും നമുക്ക് പുഡിങ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്